അപ്പോൾ ഹേ ഗായ്സ്, സിൽവർ സ്റ്റോണിൻ്റെ ഫിഫ്ത്ത് പാർട്ടാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നെതറിൽ പോയി ഡിം എന്ന് പറഞ്ഞ ചത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ MLG ഒക്കെ ചെയ്ത് നമുക്ക് ഇതൊക്കെ സെറ്റാക്കി. അപ്പോൾ പിന്നെ നമുക്കൊന്നൊരു ബേസ് സെറ്റപ്പ് ആക്കാം ഗൈസ്. ബേസ് സെറ്റപ്പ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ കളിക്കാം. അതിന് നമുക്ക് പിന്നെ അതിൻ്റെ ഇൻവെൻട്രി ഒന്ന് ഷാർപ്നെസ് ഇൻവെൻട്രി ഒന്ന് ഫുള്ള് ക്ലിയർ ആക്കണം. എല്ലാം കോബിൾ സ്റ്റോൺ ഒന്നും വേണ്ട, ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഒന്നും വേണ്ട. നമുക്കാകെ ഇതും ആക്സും ഇതൊക്കെ മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ ആണോട്ടെ. ഇത് ലെതർ വേണ്ട. അതേതാ റിട്ടൈഡോ? എന്താ കൈസ് ഇതൊക്കെ എൻ്റെ കയ്യിൽ? ഇത് നമ്മൾ വില്ലേജ് ഉണ്ടായിരുന്നു കിട്ടിയത്. നമുക്ക് റിപ്റ്റൈഡ് നമുക്ക് ട്രൈഡൻറ്റ് അത് ഞാൻ ഓഫ് ക്യാമറയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ച് നേരം ഫുഡ് കളക്ട് ചെയ്യണം. നമുക്ക് എന്താ വെള്ളമൊക്കെ വിടാം, എൻ്റെ പണിയാണ്. ഇൻഫിനിറ്റ് വാട്ടർ ക്ലച്ച് ഒക്കെ പോയിട്ട് അപ്പുറത്തുള്ള ഫോറസ്റ്റ് നിന്ന് എന്ത് ലേഖത് ഫോറസ്റ്റ് നിന്ന് കുറച്ചധികം വുഡ് കളക്ട് ചെയ്തിട്ട് വരാം. അല്ല ഫാർമ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടിട്ട് ആൾക്കാരെങ്ങനെ കാണാനാ? വാട്ട് ഈസ് ദിസ് വില്ലേജസ്? ഷാർപ്നെസ്, എഫിഷ്യൻസി, ഡിങ് എന്താ ഗൈസ് സ്പീഡ്? അൺബ്രേക്കിംഗ് കൂടി കിട്ടണം ഇതിനകത്ത്. ഒരു സ്റ്റാക്ക് മതിയാവോ? ബോളുണ്ടില്ല. ബോളില്ല. ഇതിനെവിടെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് വെക്കാം. ഞാൻ വെള്ള ബോണെല്ലാം എടുത്തിട്ട് നൈറ്റല്ല നമുക്കത് ട്രാപ്പ് ചെയ്ത് വെച്ചിരിക്കാം. ആളത്തെ ഉണ്ടാവുമെന്ന് ആർക്കറിയാം. പൈസ അങ്ങോട്ടായിനോ നോക്കിയേക്കാം. ഞാൻ സപ്പോർട്ടിലൊക്കെ ക്ലച്ചിൽ പോകരുത്. ഓക്കെ ബോൺ എടുക്കട്ടില്ല. അത് പോയി കളിയോ. ബോൺ ഒരു ബോൺ ബോണുണ്ട്. വേഗം പോട്ടെ. വേഗം പോയില്ലെങ്കിൽ ഡിസ്പോണ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കളക്ട് ചെയ്യാം. ഈ ഒരു ബോൺ വെച്ച് എങ്ങനെയെങ്കിലും ടൈം ചെയ്യാൻ പറ്റുമോ? ഇല്ല, എൻ്റെ ബോൺ വേസ്റ്റാണ്. ഏരിയനോ അയ്യോ
ഞാൻ അടുത്തുണ്ടാവണേ. പോയി. എന്താ വൂൾഫ് പോയേ? സാറില്ല, നമുക്ക് 18 എണ്ണായി. ഇനി ഇത് ഏരിയ സോംബി. ഇനി ഫോറസ്റ്റ് മൊത്തം ക്ലിയർ ചെയ്യാൻ പോകും. ഇപ്പോൾ ബേസിൻ്റെ പണിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഹേ, എന്നാലും ഒന്നുകൂടി പറയാ ഹേ. മതിയോ? സ്റ്റാക്കാക്കിയിട്ടങ്ങ് പോവാ. ചെറുതെ വീട്ടിൽ കയറി പോടാ, ചെറിയ വില്ലേജറെ. ഓക്കെ, ബേർച്ച് വേണ്ട, നമുക്ക് ഫുൾ ഓക്ക് മതി. സ്ട്രിപ്പ് 1 2 3 4 4 വെറും 4 കുഞ്ഞു മരൻ്റെ ഇടയിലും മരങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടത് വിചാരിച്ചിട്ടാണ്. അതുപോലെ നല്ല ഓക്കെ. കൃത്യം സ്റ്റാക്ക്. പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പണി നോക്കാം, ഉദ്ദേശിൻ്റെ പണി. കുറച്ച് കോബിൾസ്റ്റോൺ ഒപ്പിക്കാൻ മൈനിലേക്ക്. അല്ല, കോബിൾസ്റ്റോണൊക്കെ കിൻഡൽ കണക്കി നമ്മളെടുത്തുണ്ട്. മൈനിന് പോയിട്ട് നമുക്ക് ബേസിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ബേസിലെത്തിയിട്ടുണ്ട്. കണ്ടോ എന്നെ കാണുന്നുണ്ടോ? നമ്മൾ ബേസ് എത്തിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ബേസിലെത്തിയിട്ടുണ്ട്. നമുക്ക് ബേസ് ഇവിടെ ഉണ്ടാക്കാം. അത് നമുക്ക് ക്ലിയർ അപ്പ് ചെയ്യാൻ ഷവൽ എടുത്തിട്ട് വരുന്നു. ഷവൽ ഫ്ലിൻഡേഴ്സ് ഇതിനകത്ത് പോട്ടെ. നമ്മളുള്ള ഡേർട്ട് വെച്ചിട്ട് പിന്നെ നമുക്ക് ഫുള്ള് ഫില്ല് ചെയ്യാം. ഉള്ള ഇത് വെച്ചിട്ട് സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ഇതാക്കിയെടുക്കാമല്ലോ. നമുക്ക് ബേസ് എവിടെ വെക്കുന്നതല്ലേ. ഇവിടെ വെക്കാം. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ച് എന്താ പറയുക, അത് പുല്ലൊക്കെ വെക്കണമല്ലോ. തൽക്കാലത്തേക്ക് ഫുഡ് കൊണ്ട് ഒറ്റയടിക്ക് പൊളിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് വെള്ളം ഒഴിക്കുക. അതിൻ്റെ ഇതെടുക്കുക, ഫുള്ള് ക്ലിയർ ചെയ്യുക. ഇനി നമ്മൾ ഫാസ്റ്റ് ക്ലിയർ ചെയ്യുക. വേഗത്തിൽ ക്ലിയർ അപ്പ് ചെയ്യാനുള്ള വിദ്യയാണ് ഗൈസ്. ജലദോഷം പിടിച്ചത്. ഓക്കെ, ഇത് മതി. സീഡ്സ് കളക്ട് ചെയ്യാൻ നമുക്കൊരു ഫാം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, മതി. നമുക്ക് പോയ ഫുഡ് കളക്ട് ചെയ്യുക. ഡേർട്ട് ചെറുതായി കളയാം. ഡേർട്ട് ഇവിടെ സ്റ്റാക്ക് നല്ല വൈബാക്കെ. നമുക്ക് 1 2 3 4 ക്രാഫ്റ്റിംഗ്. കണ്ടോ
നമുക്ക് ഒരു 13 എടുക്കുക. പ്ലാങ്ക് 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 സ്റ്റാക്ക് പ്ലാങ്ക് എടുക്കട്ടെ. ഒരു 3 മതിയോ? സ്റ്റാക്ക് മതിയാവില്ല. നമ്മൾ നോക്കുമ്പോൾ ഇതായിരിക്കണം. ആർമർക്ക് പ്രൊട്ടക്ഷൻ അൺബ്രേക്കിംഗ് ഇതിന് ഫയർ പ്രൊട്ടക്ഷൻ സീലൊന്നുമില്ല. ഇത്ര വേണോ? ബ്രിഡ്ജ് നമ്മൾ ഇത് മതി. 2, 3. Okay. പൊട്ടിക്കേണ്ടി വരും. ഓ കറക്റ്റ്. അത്രയും കംപ്ലീറ്റ് ചെയ്ത്. എന്ത് ഫാസ്റ്റല്ലേ. ഇനി എൻ്റെ മോള് എനിക്ക് ഇഷ്ടമല്ലാതെ അങ്ങനെയായിരുന്നു. എൻട്രൻസ് സ്ട്രിപ്പ് ചെയ്താണ്. I built a base. ഇവിടെ വിൻഡോ വരും. ഇവിടെ വിൻഡോ വരും. One, 2, 3, 4, 5, 6, 7, 8.
നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് 1 2 3 4 6 7 Piglin. ഇങ്ങനെയാണ് ടാക്ടിക്കലായിട്ടുള്ള നമുക്ക് സാൻഡ് ആക്കാൻ ആവശ്യമുണ്ട്. കുറേ സാൻഡ് വേണം. ഷാൻഡി മാമ എനിക്കിഷ്ടമില്ലത്. അപ്പോൾ ഗൈസ് നമുക്ക് സാൻഡ് കളക്ട് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യത്തെ സാൻഡും ഇവിടുത്തെ ഇത്രയും സാൻഡും കളക്ട് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? ഒരു സ്റ്റാക്കും 6 കിട്ടി. അയ്യോ അത് അവിടെ നിന്നൊക്കെ കളക്ട് ഇവിടെ നിന്നൊക്കെ എടുത്താൽ കുഴപ്പമില്ലേ? എന്തൊക്കെ പിടിച്ചാലുണ്ടോ മതി കയറാൻ സുഖം. എന്ന് പൊന്തിക്കോട്ടെ. ഓക്കെ ശകലം പൊട്ടിക്കാണോ വേണ്ട. ഫർണസ് ഈ കുഴിയൊന്ന് അടച്ചാടട്ടെ. എനിക്ക് നടക്കാൻ ചുറ്റിപ്പോണം. ഈ 4 ഗോൾഡ് നമുക്കൊരു ഫർണസ് കൂടി ഉണ്ടാക്കാം. മോഹങ്ങൾ ഫർണസായി. ഇതിൻ്റെ അകത്ത് കുറച്ച് ഗോൾഡ് എടുക്കുക, കൈ പിടിക്കുക. ഇതിൻ്റെ അത് ഇതിൻ്റെ 10. നമുക്ക് ബെഡ് അങ്ങോട്ട് മാറ്റാം. നമുക്ക് നല്ല നമ്മളെ വീട്ടിലേക്ക് മാറ്റാം. ബേസ് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല, എന്നാലും നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ക്രാഷ് ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് എന്താ പറയുക സ്ലാബ് ഉണ്ടാക്കാം. 30 സ്ലാബ്. ഓക്കെ നമുക്കിതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാണ്ട് ആയി. അപ്പോൾ നമ്മൾ എവിടെയായിട്ടാണ് സ്റ്റെയർ വരുന്നത്? തൽക്കാലത്തേക്ക് ബ്ലോക്ക് ഇവിടെ നമുക്കിത് മൊത്തം സ്റ്റെയറൊക്കെ വെച്ചിട്ട് കാണാം ഗൈസ്. അല്ലേ വേണ്ട, നിങ്ങൾ കണ്ടോ ഇത്. നമ്മൾ ഗൈസ്
മൊത്തം നമുക്ക് കുറച്ച് പ്ലാങ്ക് ഇവിടെ വെക്കണം. 29 മതിയോ? Then ഗുഡ് മോർണിംഗ്. ഈ ഡേട്ടൊക്കെ നിർത്തും പറിച്ച് മാറ്റാണ്ട്. അതില്ല, നമുക്ക് ആദ്യം ഒന്ന് പ്ലാങ്ക് വെക്കാം. എന്നിട്ട് നമുക്കിവിടെ കയറി വരുന്ന നോക്കണ്ടേ. ഓക്കെ, ബാക്കി ഓക്കെ. ഒന്നൂടെ കിട്ടി. കുറച്ചുകൂടി പ്ലാങ്ക് ആക്കാം. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൻ്റെ പണി നോക്കാം. സെക്കൻഡ് ഫ്ലോർ നമുക്ക് വെച്ച് നോക്കാം. നമുക്ക് നമ്മൾ ബെഡ് ടെലിപ്പോർട്ട് ചെയ്ത് എടുത്ത് മുകളിൽ കൊണ്ടുവരണം. ബെഡ് ഇവിടെ, ഇത് നമുക്ക് ഇവിടെ വെക്കാം. സാധനങ്ങളായിട്ട് നോക്കണ്ടോ? ഞാൻ ഫാസ്റ്റ് ക്ലച്ചറാ. നമുക്ക് നമ്മൾ എൻചാൻമെൻറ്റ് ടേബിളൊക്കെ അടക്കി മാറ്റണ്ടേ. ഇത്രയായി ബാക്കി അടിത്തിട്ടാക്കിയ പോലെ. അതിലൊക്കെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിഞ്ഞാൽ ഒരുപാട് പോടാ. വൺ ഷോട്ട്. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസൊക്കെ അതേ മുകളിൽ. ഫർണസ് ഇവിടെ, 2 ക്രാഫ്റ്റിംഗ് ടേബിൾ നോക്കുക. അങ്ങോട്ട് ഞാൻ കയറി പോകുന്നു. നമുക്കിത് എടുത്തിട്ട് പോവാം. സിൽക്ക് ടച്ച് വേണം ഇത് എടുക്കണമെങ്കിൽ. ബുക്ക് ഷെൽഫില്ലാണ്ട് ഇപ്പം പോകാനും ഇത് മനസ്സ് വരുന്നില്ല. ജസ്റ്റ് കൊള്ളാല്ല ഇല്ല സ്ഥലമല്ല. നമുക്കിതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് വരാം. എല്ലാം നമുക്ക് ജസ്റ്റ് റൂമൊക്കെ മുകളിൽ ക്രാഫ്റ്റിൻ്റെ കൂടെ മറ്റേ കൂടി നോക്കട്ടെ. കുട്ടികളെ കണ്ടു. എനിക്കിഷ്ടമാണ് കളിച്ചടിയെ. ഞാൻ കണ്ടില്ല ആ പില്ലറൊക്കെ കെട്ടി വെച്ചേക്ക്. വീട്ടിലേക്കാരെ കുറേ അയ്യോ സൽമാൽപ്പി. നമുക്ക് നെതർ പോർട്ടിൽ വേറെ ഇങ്ങോട്ട് മാറ്റാമല്ലോ. ഒക്കെ നെതർ പോർട്ടിൽ നമുക്ക് നെതർ പോർട്ടിൽ മാറ്റിയിട്ട് കാണാം.
ഗായ്സ് നമ്മൾ നെതർ പോർട്ടൽ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. 2 ഒബ്സിഡിയൻ മാത്രം അവിടെ ഉണ്ട്. നമുക്ക് പിന്നെ പോയേക്കാം. ഇപ്പം പോകാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫർണസിലേക്ക് ഇതൊക്കെ മാറ്റിട്ട് കുറച്ച് കോളൂടെ കുറച്ച് സാൻ്റെ കൂടെ കുറച്ച് കോളൂടെ കുറച്ച് സാൻ്റെ കൂടെ നമുക്ക് എല്ലാ സാധനവും 2 ടെസ്റ്റ് എടുത്തിട്ട് 2 ടീസ്പൂൺ ആകാണ്ട് നോക്കണം. ഇത് തീരെ അതേക്ക് ആ സൗണ്ട് നിങ്ങൾ കാര്യമാക്കണ്ട. അയ്യോ എൻ്റെ സാധനങ്ങൾ പോലെ ഡോറൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. എന്തൊക്കെയാ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്? ബുക്കൊക്കെ ഉണ്ട്. ജസ്റ്റ് കഴിഞ്ഞിട്ടല്ലേ. റൺ ബേബി റൺ. സൂപ്പർ ഫാസ്റ്റ്. ഒന്നും ഇപ്പോൾ ആക്കുന്നില്ല. ജസ്റ്റ് കയ്യില്ലേ. എൻ്റെ സാധനങ്ങളെ ഞാൻ വരുന്നു. ബ്ലോക്ക് അത് മറ്റേ വില്ലേജർ ബുക്ക്. വേറെ കുറേ ബുക്ക് ഉണ്ടല്ലോ ഇല്ലല്ലേ. ഡീഫ്ലൈറ്റ് വെച്ച് കുറച്ച് പരിപാടി ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്ത് ഇതിൻ്റെ അകത്ത് കുറച്ച് ഗ്ലാസ് ഉണ്ടായിരുന്നോ? ഇതിൻ്റെ അകത്തല്ല കഴിഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഓക്കെ. നമുക്ക് എല്ലാ സാധനവും ഗ്ലാസ്സിലേക്ക് മാറ്റണം. നമുക്ക് ഫുള്ള് ഗ്ലാസ് വെക്കാം. ഇത് നമുക്ക് അയൺ ഡോർ ഉണ്ടാക്കാൻ പറ്റും. വീട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. മൊത്തം വീട് പണി കഴിഞ്ഞിട്ടില്ല, പക്ഷെ കഴിഞ്ഞേക്ക് ഏകദേശം. നെതർ പോർട്ടലൊക്കെ ഇങ്ങനെ ചുരുക്കുമെന്നുള്ള കാണാം എന്ന് പറഞ്ഞാൽ. വുഡാണ് അല്ലേ. നമുക്ക് മുകളിൽ ഫുള്ള് സ്റ്റോൺ വെച്ച് ചെയ്യാം. അയ്യോ ഇതില്ല, ഇതാണ് കൂടെ. പോയാൽ
വുഡ് വെക്കാണ്ട്. സിമ്പിൾ ഡിമ്പിൾ സ്പീഡ് ബ്രിഡ്ജ്. ഗൈസ് താഴെയുള്ളതും എല്ലാം കൂട്ടിയിട്ട് ടിപ്സിലായിട്ട് കൃത്യം ഒരു സ്റ്റാക്ക് വേണമല്ലേ. ഇനി ഒരു എക്സ്ട്രാ ഒന്നും വെച്ചില്ലല്ലോ. ഇല്ല, മൊത്തം ഗ്ലാസ് വെച്ചാൽ നമുക്കൊരു ബാൽക്കണി ഇങ്ങോട്ട് വെക്കണം. ബാൽക്കണി വെക്കണം, എല്ലാം വെക്കണം. ഇപ്പോൾ വീണ്ടും വെച്ചു. എല്ലാ വീട്ടിലും കാണുന്നത് നമുക്കൊരു ഡയമണ്ട് ഷാവൽ ഉണ്ടാക്കാം. ഡയമണ്ട് ഷാവൽ, 1 ഷവൽ പ്ലീസ്. സാൻഡിനിപ്പോൾ എങ്ങോട്ട് ഞാൻ പോവാനാവോ? എനിക്ക് സാൻഡിന് ക്ഷാമാണ് വയസ്സ്. ഡയമണ്ട് ഷവല് സാൻഡൊക്കെ കളക്ട് ചെയ്യണം ഗൈസ്. സാൻഡ് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. നമ്മൾ എമറാൾഡ് ഇല്ല അളിയ. സ്ലൈമോ? എമറാൾഡ് ഇല്ല അളിയ. പോടാ, ഒരുത്തവിടെ ഉണ്ടായല്ലോ. പോയാ ജീവനും കൊണ്ട് ഓടി. നമുക്ക് മുകളിൽ കയറിയിട്ട് ബാക്കിയുള്ള പണി നോക്കാം. അയ്യോ, നമുക്ക് സാൻഡ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. ജസ്റ്റ് നമുക്ക് മുകളിലോട്ട് മാറ്റമായിരിക്കും. സാൻഡ് മെൽറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള വുഡ് അവിടെ നമുക്ക് കോബിൾ സ്റ്റോൺ വെച്ചാൽ. ഞാൻ വലിയ അതൊന്നുമല്ല, എന്താ പറയുക, ഹൗസ് ബിൽഡറൊന്നുമല്ല. ഞാനൊരു പാവമാണേ. ഇത്ര മതി. ഡിങ് 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 ഞാൻ എപ്പോഴും കളിക്കുമ്പോൾ ഇങ്ങനത്തെയൊക്കെ ഓരോ താപ്രാച്ചി ഉണ്ടാക്കില്ല. കോബിൾ സ്റ്റോണിൻ്റെ ഫെൻസ് ഉണ്ടായിരിക്കൂ, വൈബായിരിക്കൂ.
അപ്പോൾ ഗൈസ് നമ്മൾ അത്രയും ചെയ്ത് നമുക്ക് തൽക്കാലം ഫെൻസ് ഉണ്ടാക്കാൻ പോയിട്ട് ഞാൻ എന്തിനാ വീണ്ടും മുന്നോട്ട് പോകുന്നത്? ഫെൻസ് 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 ലോകമല്ലല്ലോ, ബ്ലാങ്ക് അല്ലേ? 9 ഫെൻസ് ജിങ്കാലല്ല, നമുക്ക് ഇനി വേണ്ടി വരും തോന്നുന്നു. നോക്കിയിട്ട് വരാം. പറഞ്ഞ മതിയാവോ? മതിയാവൂല. 1 2 3 4 കൂടി വേണം. എൻ്റെ അടുത്ത് സ്റ്റിക്കില്ല അതിന്, അതാണ് പ്രശ്നം. കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഡിക്ക് അത് കിടക്കട്ടെ. നമുക്ക് ബെഡൊക്കെ മാറ്റാനുള്ള ഗ്ലാസ് മെൽറ്റായിരിക്കും. വീട്ടിൻ്റെ മണ്ടയ്ക്കൊക്കെ ഗ്ലാസ് ചൊട്ടിക്കാനുള്ള അത് ഞാൻ മറന്നു പോകുന്നു. നമുക്ക് സൺസെറ്റ് വരുന്നിടത്തിലേക്ക് നമ്മുടെ ബാൽക്കണി ഞാൻ മാറ്റും. ഒരു സുഖമല്ല. അപ്പോൾ ഗായ്സ് നമ്മൾ മുക്കാലും പണി തീർന്ന വീടിൻ്റെ ബാൽക്കണിയിൽ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തത് ഒറ്റ മിനിറ്റ്, ഞാൻ ആ സോംബിയിലൊന്ന് കല്യാണം വന്നാളായിട്ട്. ഇതൊന്നും അടച്ചാളിട്ടില്ലേ സോംബീസ് പറഞ്ഞ. ഞാൻ ടോർച്ച് കുത്തിയിട്ടില്ല. ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക് ഗ്ലാസ് ഇങ്ങനെ വേസ്റ്റാന്ന് കാണുമ്പോൾ എന്തോ 15 ടോർച്ച്, എനിക്ക് 15 ടോർച്ച് ടോർച്ചോട് കുത്തിയേക്കാതെ ഇടാ 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 ഇടാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.